നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെവിടെ പോയാലും ഒരു മലയാളികളെങ്കിലും നമുക്ക് കയ്യെത്തും ദൂരത്തിൽ ഉണ്ടാകും എന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൊറോണ വൈറസ് കണ്ടെത്തിയത് മൂലം നടുക്കടലിൽ കുടുങ്ങിക്കിടന്ന ഡയമണ്ട് പ്രിൻസസ് എന്ന കപ്പലിൽ മലയാളിയുണ്ടെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ജപ്പാൻ തീരത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഡയമണ്ട് പ്രിൻസസ് ആഡംബര കപ്പലിലെ 61 പേർക്ക് കൊറോണ ബാധയെന്ന് സൂചനയും ഇതിനോടകം തന്നെ ലഭ്യമായിരുന്നു. 273 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ 61 പേരിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യോക്കോഹാമ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന കപ്പലിലെ 3700 യാത്രക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ ഇന്ത്യക്കാർ ആരുമില്ല എന്നതാണ് ആദ്യമായി വന്ന വാർത്തകൾ ലഭ്യമായിരുന്നത്. അതിനിടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയതും ഏറെ നിർണായകമായി തീരുകയാണ്. ജപ്പാനിലെ ഡയമണ്ട് പ്രിൻസസ് എന്ന ആഡംബര കപ്പലിലെ 10 യാത്രക്കാർക്കാണ് ആദ്യമായി തന്നെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു വന്നത്. ഇതോടെ കപ്പലിലെ 4000-ഓളം സഞ്ചാരികളെയും ജീവനക്കാരെയും ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്തു. ആരെയും തീരത്തിറങ്ങാൻ ഇതിനോടകം തന്നെ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. അത്തരത്തിൽ ദാരുണമായ അവസ്ഥയിലാണ് യാത്രക്കാരും കപ്പലിനുള്ളിൽ കഴിഞ്ഞു വരുന്നത് തന്നെ. എന്തിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അവർക്ക് അനുവാദമില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം പറയുന്നത്. ഹോങ്കോങ് തുറമുഖത്ത് കപ്പലിലിറങ്ങിയ യാത്രക്കാരന് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കപ്പലിലുള്ള 273 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചത് തന്നെ. അങ്ങനെ കഴിഞ്ഞ മാസം ഇതേ കപ്പലിൽ യാത്രക്കാരനായിരുന്ന ഹോങ്കോങ് സ്വദേശിയായ 80-കാരനാണ് വൈറസ് സ്ഥിരീകരിച്ചത്. യാത്രക്കിടെ ഇയാൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ലാത്തതിനാലാണ് യാത്ര തുടർന്നത്. എന്നാൽ ജനുവരി 25-ന് ഹോങ്കോങ്ങിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ലക്ഷണങ്ങൾ പ്രകടമായതോടെ ഇയാൾ ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊറോണ ഭീതിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ ചൈനയിലെ കുമിംഗ് വിമാനത്താവളത്തിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. 15 വിദ്യാർത്ഥികളെയാണ് വെള്ളിയാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ബാങ്കോക്ക് വഴിയാണ് ഇവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. മെഡിക്കൽ പരിശോധനകൾക്കായി വിദ്യാർത്ഥികളെല്ലാം വിമാനത്താവളത്തിൽ നിന്ന് നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം എല്ലാ വിദ്യാർത്ഥികളെയും വീടുകളിലേക്ക് വിട്ടയക്കുകയും ചെയ്യുകയുണ്ടായി. അതേസമയം 14 ദിവസം വീടിനുള്ളിൽ നിരീക്ഷണത്തിൽ തുടരണമെന്ന് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചൈനയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ സന്ദേശം ഇട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ അതിവേഗം ഇടപെട്ടാണ് ഇവർക്കുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തുകയും പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കുകയും ചെയ്തത് തന്നെ. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലെ ഡാലി യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവരെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.